ഇന്ദ്രേട്ടൻ ഫ്രഷ് ആവുന്നില്ലേ? ആവാം. ഒരു ഷർട്ടും ജീൻസും എടുത്ത് വെക്കുകയായിരുന്നു. എന്തിന്? നാളത്തേക്ക്. നാളെ ഇന്ദ്രേട്ടൻ ഇതാണോ ഇടാൻ പോകുന്നത്? അതെ. ഇതിനെന്താ കുഴപ്പം? എന്റെ ഇന്ദ്രേട്ടാ, ഒരു കോൺഫറൻസ് ഹാളിലോട്ട് കയറി ചെല്ലുന്നത് ജീൻസും ഷർട്ടും ഇട്ടോണ്ടാണോ? അതും 10 കോടിയുടെ എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ? കഷ്ടം. ഇതൊക്കെ മതി. വസ്ത്രം എന്തായാലും വ്യക്തിത്വം ഉണ്ടായിരിക്കണം. അത് പിന്നെ ഇല്ലല്ലോ. എന്താ? എന്റെ ഇന്ദ്രേട്ടാ, നമ്മളൊരു ബിസിനസ് ഡീലിനാ പോകുന്നത്. കയറി ചെല്ലുമ്പോഴേ നമ്മളെ അവര് റീഡ് ചെയ്യും. എന്നാ പിന്നെ മുണ്ടെടുക്കാം. കുന്തം. പിന്നെ ഞാൻ എന്ത് വേണം? ബർമുഡ ബനിയനിട്ട് പോണോ? ഒച്ച എടുക്കണ്ട. നല്ല ഒന്നാം തരം കോട്ടും സൂട്ടും ടൈയും ഒക്കെ ആയിട്ട് വേണം അങ്ങോട്ട് പോവാൻ. അതൊന്നും എന്റെ കയ്യിലില്ലല്ലോ. ഉണ്ടാക്കണം. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഈ പാതിരാത്രിക്ക് ഞാൻ എവിടെ പോയി കോട്ടും സൂട്ടും ഉണ്ടാക്കാനാ? നാളെ 11:30ക്കല്ലേ മീറ്റിംഗ്. പുറത്തു പോയി ഇതൊക്കെ വാങ്ങിക്കൊണ്ട് വരാനുള്ള സമയമുണ്ട്. ടൈ ഒന്നും കെട്ടാൻ എനിക്ക് അറിഞ്ഞൂടാ. എനിക്കറിയാം. ശ്വാസം മുട്ടും അതൊക്കെ കെട്ടിയ. അങ്ങനെ ശ്വാസം മുട്ടി ചത്താൽ അങ്ങ് ചാവട്ടെ. ആ തോർത്തുങ്ങ, ഞാനൊന്ന് കുളിക്കട്ടെ. അവിടെ വേറെ ഉണ്ടല്ലോ. എനിക്കിത് മതിയെങ്കിലോ? BA-ക്ക് തോറ്റ വിഷയം പിന്നീട് എഴുതിയായിരുന്നോ? തോറ്റതല്ല, എന്നെ ഡിസ്മിസ് ചെയ്താ. എന്തിന്? അത് പിന്നെ പറയണ്ട, എനിക്കറിയാം. ഇതൊക്കെ ഇപ്പൊ പറയേണ്ട കാര്യം എന്താ? അല്ല, ഈ ഇംഗ്ലീഷിൽ വല്ല പിടിപാടുണ്ടോ? എന്തിന്? നാളെ ഇംഗ്ലീഷ് സംസാരിക്കേണ്ടി വരും. അതൊന്നുമില്ല. ഞാനെല്ലാം അന്വേഷിച്ചു. മലയാളികളാ. എന്നാലും ചില കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും. അത്യാവശ്യം പറയാനൊക്കെ എനിക്കറിയാം. പിന്നെ മൈ നെയിം ഈസ് ഇന്ദ്രൻ, മൈ ഫാദർ ഇസ് നോ മോർ, മദർ ഇസ് എ ഹൗസ് വൈഫ്, ഐ ആം എ ബിസിനസ്മാൻ. ഇതൊന്നും അല്ല ഇംഗ്ലീഷ്. അങ്ങനെ പറയാൻ മാത്രം വിഡ്ഢിയൊന്നും അല്ല ഞാൻ. അതെനിക്കൂടി തോന്നണ്ടേ? എന്താ? എന്റെ ഇന്ദ്രേട്ടാ, പാസഞ്ചർ ട്രെയിനിലെ ആക്സസറീസിന്റെ കൊട്ടേഷനാണ് നമ്മൾ പിടിക്കാൻ പോകുന്നത്. You know, our new project is hot rolled high strength steels and outer body panels for passengers. ഇത്രയെങ്കിലും പറയണം. ഇത് വല്ലാത്ത പൊല്ലപ്പായല്ലോ. ഞാൻ വരുന്നില്ല, നീ ഒറ്റയ്ക്ക് പോയാ മതി. അതൊന്നും പറ്റില്ല. ഇന്ദ്രേട്ടൻ ആദ്യം ചെല്ലണം, എന്നിട്ട് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ചെയ്തേ പറ്റൂ. അതിന് എന്റെ വായി കൊള്ളണ്ടേ ഈ വാക്കുകളൊക്കെ? എന്റെ ഇന്ദ്രേട്ട, ശ്രമിച്ചാ പഠിക്കാവുന്നതേ ഉള്ളൂ. എന്നാ പണ്ടാറടങ്ങാൻ എന്താ പറയേണ്ടതെന്ന് നീ ഒന്ന് എഴുതിത്താ. വലിയ റൗഡിയാ, പക്ഷെ അക്ഷരാഭ്യാസം ഇല്ല. എന്താ? അയ്യോ, എഴുതി തരാംന്ന്. മാറി നിക്ക്, ഞാൻ വിരിച്ചോളാം. സീതേ, ഇനി ഒരിക്കൽ കൂടി ഞാനിവിടെ വരും, ഇതേ മുറിയിൽ. അന്ന് നിന്റെ കഴുത്തിൽ ഞാൻ അണിയിച്ച താലിയുണ്ടാവും. അന്ന് നീ എന്റെ നെഞ്ചിൽ ചാഞ്ഞുറങ്ങും. മതി പറഞ്ഞത്, ഞാൻ കിടക്കാൻ പോകും. എവിടെ പോവാ? നീ ഇവിടെ കിടക്ക്, ഞാൻ അവിടെ പുറത്ത് സോഫയിൽ കിടന്നോളാം. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ? നിനക്കെന്നെ ഇഷ്ടമാവാൻ ഞാനിനി എന്ത് ചെയ്യണം? എന്റെ ഇന്ദ്രേട്ടൻ, ഇങ്ങനൊന്നും ചോദിച്ച് എന്നെ വിഷമിപ്പിക്കരുത്.
ആണാണെന്ന് സ്വയം ബോധ്യം വന്ന കാലം തൊട്ട് എന്റെ പെണ്ണാണെന്ന് മനസ്സിലുറപ്പിച്ചതാ ഞാൻ നിന്നെ. പിന്നെ എത്രയോ ദിവസങ്ങൾ, എത്രയോ വർഷങ്ങൾ ഞാൻ നിനക്ക് വേണ്ടി മാത്രം കാത്തിരുന്നു. ചെയ്തു കൂട്ടിയതും പറഞ്ഞു കൂട്ടിയതൊക്കെ തെറ്റായിരിക്കാം. അതൊക്കെ നിന്റെ ഒരു നോട്ടത്തിന് വേണ്ടിയായിരുന്നു. ഒരു പുഞ്ചിരിക്ക് വേണ്ടിയായിരുന്നു. ഒരിറ്റ് സ്നേഹത്തിന് വേണ്ടിയായിരുന്നു. ഇപ്പോഴും നിനക്ക് എന്റെ നെഞ്ചിലെ പ്രണയത്തിന്റെ ചൂട് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ മതി. മതി. സന്തോഷമായി ഇന്നെനിക്ക്. സീത ഇന്ന് അറിയാതെയാണെങ്കിലും എത്ര തവണ എന്നെ എന്റെ ഇന്ദ്രേട്ടാന്ന് വിളിച്ചു. എനിക്കത് മതി. ഇന്ദ്രേട്ടാ, ഈ ഷീറ്റ് കൊണ്ടുപോയിക്കോളൂ. ഏയ്, ഞാൻ എടുത്തോളാം. സീതേ, കഥ കടച്ച് കിടന്നോളൂ. സാരില്ല, എനിക്ക് ഇന്ദ്രേട്ടനെ വിശ്വാസം. വാഷ്റൂമൊക്കെ അകത്തല്ലേ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലും